ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം 1.10 അതായത് 1,10,000 രൂപയ്ക്ക് കൊടുത്ത പോത്തിൻ്റെ ഒരു വീഡിയോ ആണ്. ഇവനെ നമ്മൾ നോക്കിയത് ഏകദേശം 8 മാസമാണ്. 8 മാസം എന്ന് പറയുമ്പോൾ 200 ദിവസത്തിന് മേലെ, ഏകദേശം ഒരു 240 ദിവസം, അതായത് 8 മാസം കഴിഞ്ഞ ഓഗസ്റ്റ് ലാസ്റ്റ്, ഓഗസ്റ്റ് 26-ാം തീയതിയാണ് നമ്മൾ ഈ പോത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഏപ്രിൽ ലാസ്റ്റോട് കൂടി നമ്മുടെ ഈ പോത്ത് വിൽക്കുകയും ചെയ്തു. അതായത് ഇവനാണ് കേട്ടോ മുതൽ. ആ നടുക്കിൽ നിൽക്കുന്ന തല പൊന്തിച്ച് പിടിച്ച് നിൽക്കുന്ന പോത്തിൽ ഇവൻ്റെ വേറെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സെറ്റ് ഹാങ് ആയപ്പോൾ ഞാൻ ആവശ്യം കഴിഞ്ഞ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഇവൻ്റെ പോസ് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ എന്തോരം ഇറച്ചി തൂങ്ങിയിട്ടുണ്ടാവുമെന്ന്. ഇവൻ ഏകദേശം നമ്മൾ ഓഗസ്റ്റ് മാസം ലാസ്റ്റ്, അതായത് സെപ്റ്റംബർ കൂട്ടിയാൽ മതിയിട്ട് ഓഗസ്റ്റ് 26-ാം തീയതിയാണ് നമ്മൾ പോത്തിനെ വാങ്ങിച്ചേക്കണം. ഏപ്രിൽ ലാസ്റ്റ് നമ്മൾ വിൽക്കുകയും ചെയ്തു. അപ്പോൾ സെപ്റ്റംബർ തൊട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവൻ ഏകദേശം 282 കിലോനോ 284 കിലോനോ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, ലൈവ് വെയിറ്റ് ഉണ്ടായിരുന്നു, തൂക്കം ഉണ്ടായിരുന്നു. അവൻ നമുക്ക് സിമ്പിളായിട്ടൊരു 8 മാസം കൊണ്ട് എങ്ങനെ പോയാലും ഒരു 500 കിലോയ്ക്ക് മേലെ, 550 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കം പിടിക്കുന്ന, ഏകദേശം ഒരു 220-230 കിലോ ഇറച്ചി തൂക്കം പിടിക്കുന്ന, അതായത് ഒരു പള്ളിക്കണക്കിന് ഒരു 200 കിലോൻ്റെ റേഞ്ചിൽ ഇറച്ചിയും അതുപോലെ തന്നെ ഒരു 10-20 കിലോ 25 കിലോ എല്ലും പിടിക്കുന്ന കണ്ടീഷനിൽ ഒരു 220-230 കിലോ തൂക്കം പിടിക്കുന്ന കണ്ടീഷനിലൊരു പോത്തായിട്ട് മാറി. പോത്ത് നല്ലൊരു പോത്തും കൂട്ടിയാണ്. അധികം പ്രായം കൊണ്ടും ഇല്ല, അതുമാതിരി തന്നെ നല്ല ഹെഡ് പവറുള്ള, നല്ല വളരെ എന്തുകൊണ്ട് സാധ്യതയുള്ള ഒരു പോത്തും കുട്ടിയായിരുന്നു. ഇത് നമ്മൾ തൂക്കിയെടുത്തപ്പോൾ നമുക്ക് അന്ന് കഴിഞ്ഞ കൊല്ലം നമുക്ക് 150 രൂപയായിട്ടാണ് കിട്ടിയത്. ഇപ്പം 150 രൂപയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം തൂക്കിയെടുത്തത് 150 രൂപയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾ ആ പൈസ ഒന്ന് കണക്കാക്കാൻ മതി. നമുക്ക് ഈ ഒരു പോത്തിനുമേ എങ്ങനെ പോയാലും ഒരു 20,000 രൂപ നിങ്ങൾ ചിലവ് പിടിച്ചോ, അത്ര തന്നെ ചിലവ് വന്നിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഏറ്റവും ടോപ്പ് ഉണ്ടോ ഞാൻ പറയണത് 20,000 രൂപ. ഇങ്ങനത്തെ പോത്തുകളെ, അപ്പോൾ ഇടത്തരം പോത്തുകളെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സുഖം പിടിച്ചൊരു പരിപാടിയാണ്. കുറേ ആളുകൾ ചെറിയ പോത്തും കുട്ടികളെ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇങ്ങനത്തെ ചെറിയ പോത്തും കുട്ടികളെ എടുത്തിട്ടൊന്നും കാര്യമില്ലാന്ന്. പക്ഷേ അത് രണ്ട് പർപ്പസാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു പോത്തിനെ എടുത്ത് വളർത്തണമെങ്കിൽ തീർച്ചയായും അറിവുണ്ടാവണം. പോത്തിനെ വളർത്തുന്ന ആളുകൾക്ക് കുറച്ച് ആ ആളിന് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അതുപോലെ തന്നെ ഇതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഒരു അറിവുണ്ടാവണം. സാധാരണഗതിയിൽ ആദ്യമായിട്ട് എടുത്തുന്ന 1-2 പ്രാവശ്യമൊക്കെ എടുത്ത് വളർത്തുന്നവരാണെങ്കിൽ ഏകദേശം ഒരു 150 കിലോ ഉള്ള പോത്തുകുട്ടികളൊക്കെ എടുത്ത് വളർത്തുക. വലുതിനെടുക്കുമ്പോൾ എല്ലായ്പ്പോഴും ഓരോപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. വശമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം എടുത്ത് വളർത്തേണ്ട ബുദ്ധിമുട്ട്. അപ്പോൾ അത് 2 പ്രാവശ്യമൊക്കെ ചെറുതിനെ എടുത്ത് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ രൂപം കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടും. അപ്പോൾ നമ്മൾ കൊണ്ടുവരും വഴിക്ക് തന്നെ മൂക്കയറിട്ട് സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം നമുക്ക് ഈ ഒരു പോത്തുംകുട്ടിക്ക് എങ്ങനെ പോയാലും ഒരു 60,000-65,000 റേഞ്ചിൽ നമുക്ക് മൊത്തം ചിലവ് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഒരു 45 രൂപ ബാലൻസ് 8 മാസം കൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ പോത്ത് വളർത്തൽ ഗുണമാണ്. അതുപോലെ തന്നെ ഈ 1-10, 1,00,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആളുകൾ വരണം കേട്ടോ. കച്ചവടക്കാർ വരികയാണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 85 രൂപ 80 രൂപ 90 രൂപ ആ റേഞ്ചിലാണ് കച്ചവടക്കാർ കാണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-15 രൂപ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ചിലവ് കാശായിട്ട് അവർ കണക്ക് കൂട്ടും. ഈ ഒരു പോത്ത് ഇതായിരുന്നു കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു കണ്ടീഷൻ. പക്ഷേ ഇതിൻ്റെ ഹെഡ് പവർ കണ്ടോ, ഈ ഹെഡ് പവർ കണ്ടിട്ടാണ് ഞാൻ ഈ പോത്തിനെ എടുത്തത് കേട്ടോ. ഉള്ളത് പറയാലോ, നല്ല വീതി കൂടിയ തല, നല്ല കൊമ്പിൻ്റെ അവിടെ നല്ല മുഴപ്പ്, ബാക്ക് ഇല്ലെങ്കിലും പോത്തിൻ്റെ ഹെഡ് പവർ നല്ല ഹെഡ് പവറായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പോത്തിനെയൊക്കെ നമുക്കൊരു 5 മാസമൊക്കെ വൃത്തിയായിട്ട് 2 നേരം, അതായത് നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലൊക്കെ ആ ഒരു 4 മാസം വലിയ കാര്യമായിട്ട് തീറ്റകളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മൾ ജനുവരി തൊട്ടാണ് ശരിക്കുള്ള തീറ്റകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. മറ്റൊക്കെ ചെറിയൊരളവിൽ എന്തെങ്കിലുമൊക്കെ തീറ്റ ചെറിയൊരളവിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പോത്തുകളെ, ചെറിയ പോത്തിനെ വളർത്തുന്നവർക്ക് അതിൻ്റെതായ രീതികൾ, മീഡിയം പോത്തുകളെ വളർത്തുന്ന അവർക്ക് അതിൻ്റെതായ രീതികൾ. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 4 ചെറുതാണ് നിൽക്കുന്നത്. ഇനി എടുക്കാൻ പോകുന്നത് വലുതാണ്. ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് വല്ലാണ്ട് ചെറിയ പോത്തുകൾ എടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ചെറിയ പോത്തുകൾ എടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫെബ്രുവരിയിലാണ് എടുത്തേക്കണം, ഫെബ്രുവരി മാർച്ച് കണ്ടാണ് എടുത്തേക്കണം. അപ്പോൾ നമുക്ക് കേടുമാറി കിട്ടി, പക്ഷെ നമുക്ക് ടൈം കൂടുതലാണ്. ഇനി അങ്ങോട്ട് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുന്ന സമയം എടുക്കുന്ന പൈസ നമ്മളിപ്പോൾ ഒരു 20-25 കൂട്ടീനെ എടുക്കുന്നത് 40-45 കുഴപ്പമില്ല. നോക്കുന്ന സമയം കുറച്ച്
നോക്കുമ്പോഴാണ് നമുക്ക് ലാഭം കൂടുതൽ കിട്ടുള്ളൂ. ആദ്യമൊക്കെ നമുക്ക് ചെറിയ പോത്തുങ്ങൾ എടുത്ത് 10 രൂപയും 12 രൂപയൊക്കെ എടുത്ത് 55-60 കൊടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് 10 രൂപയ്ക്കും 12 രൂപയ്ക്കൊന്നും പോത്തും കുട്ടികളെ കിട്ടില്ല. തീറ്റ ചിലവ് കൂടുതലാണ്. വേനൽക്കാലത്ത് നല്ല മാതിരി തീറ്റ ചിലവ് വരുന്നുണ്ട്. എന്നാലാണ് പോത്തുങ്ങൾ നമുക്ക് വേഗം വിറ്റ് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പലതരത്തിലുള്ള പോത്ത് വളർത്തലുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതോ വലുതോ എങ്ങനത്തെ രീതിയിലോ 4 മാസം നോക്കുന്നതും 10 മാസം നോക്കുന്നതും 12 മാസം നോക്കുന്നതും 2 മാസം നോക്കുന്നതും 5 മാസം നോക്കണം, അങ്ങനത്തെ പോത്തുകളെ വളർത്തുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അറിവ് കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ 200 രൂപയാണ് നമ്മളതിൻ്റെ മെമ്പർഷിപ്പ്. പോത്ത് വളർത്തൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുകൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പോത്തുകളെ എങ്ങനെ വളർത്തി ലാഭം ഉണ്ടാക്കാം. ഇനി അങ്ങോട്ട് അറിഞ്ഞ് ചെയ്താലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പോത്തുകുട്ടിനെ എവിടെയെങ്കിലുമൊക്കെ വാങ്ങിച്ച് കിട്ടിഞ്ഞാൽ നമുക്ക് സ്ഥലപരിമിതി ഉണ്ട്, പോത്തിന് തീ പിടിച്ച വില, തീറ്റക്കാശ് കൂടുതൽ. അപ്പോൾ അതുപോലെ തന്നെ കുറേ ആൾക്ക് പലതരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ സൈഡായിട്ട് ഇത് ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പോത്ത് വളർത്തൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മുടെ കയ്യിലൊരു പോത്തുണ്ട്, ഇതിനെങ്ങനെയൊക്കെ വളർത്തി എത്ര പൈസയ്ക്ക് കൊടുക്കാം, എന്തൊക്കെ തീറ്റ ചിലവ് പിടിക്കാം, ഇത് ഏകദേശം എന്തോരം വളരാൻ സാധ്യതയുണ്ട്, നമ്മളൊക്കെ ഒരു പോത്തുംകുട്ടിനെ എടുക്കുമ്പോൾ ഇത് ഏകദേശം എത്ര ബഡ്ജറ്റിലേക്ക് എത്തുന്നു നമുക്ക് നല്ല കണക്കൂട്ടലുണ്ട്. ദയവ് സഹായിച്ച് നമ്മൾ ആ കണക്കൂട്ടലിലേക്കൊക്കെ ഏതാണ്ടൊക്കെ എത്തിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. 200 രൂപയാണ് നമുക്കൊരു മെമ്പർഷിപ്പിൻ്റെ ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം പോത്ത് വളർത്തൽ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് തരുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ കയ്യിൽ ഒരു പോത്തുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഇതിന് എന്തോരം അപ്ഡേഷൻ വരുത്തണം, ഇത് എന്തൊക്കെ ചെയ്യണം, ഇത് എങ്ങനെയുണ്ട് പോത്തും കുട്ടി എങ്ങനെയാണ്, നമുക്കൊരു പൊതുവായിട്ടുള്ളൊരു ചർച്ചയിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നത് വീണ്ടും കാണാം. ആവശ്യമുള്ളൊരു വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഗുഡ് ബൈ.